അമ്മയ്ക്ക് വയ്യാണ്ടായതാ. നീ ഇനിയെങ്കിലും ഒന്ന് കല്യാണം കഴിക്കും. പ്രായം കൂടി വരികയാണ്. അമ്മ ഞാൻ നോക്കണ്ട അമ്മേ, ആരെങ്കിലും കിട്ടണ്ടേ, ആരെങ്കിലും തരണ്ടേ. ഇനിയിപ്പോ എത്ര പേരോട് പറഞ്ഞ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ലല്ലോ. പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ. പെണ്ണൊക്കെ ഇപ്പൊ നോക്കണ ചെറുപ്പക്കാര്, ചെറിയ പയ്യന്മാരെയൊക്കെ നോക്കണേ. അന്ന് കണ്ട പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാ പറഞ്ഞേ. ഞാൻ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടമ്മേ. ഇനിയിപ്പോ എല്ലാം നോക്കാം, കിട്ടും. അമ്മ ഇരിക്കും. ഞാൻ ഡോക്ടറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യണ? പൈസ പ്രായം കൂടി കൂടി വരിക. എന്റെ കുഴപ്പമാണോ അമ്മേ? ഞാൻ എന്തോരം ശ്രമിക്കണേ. അമ്മയ്ക്ക് സുഖമില്ലെന്നുള്ള എനിക്കറിയാം. വെച്ച് വിളമ്പി തരണ്ടേ? എനിക്ക് വെച്ച് വിളമ്പി തരണ്ടേ? അതാണ് വയ്യാത്ത. സാരമില്ല അമ്മ, വരും. അതിനൊക്കെ സമയമായിട്ടില്ല. അതെ, സമയമായിട്ടുണ്ടാവില്ല. സമയമാകുമ്പോ എല്ലാം നടക്കും. അമ്മ ഞാൻ ഒത്തിരി ആളോട് പറഞ്ഞിട്ടുണ്ട്, മാട്രിമോണിയിലൊക്കെ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ വരണ്ടേ, സമയമായിട്ടുണ്ടാവൂല. പൈസ കൂടി കൂടി വരിക. അമ്മയ്ക്കും പ്രായമായി. എന്തെങ്കിലും വെച്ച് വിളമ്പി തരാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. സമയമായില്ലായിരിക്കും, അതായിരിക്കും ഭഗവാൻ തീരുമാനിക്കുമ്പോൾ നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുക. അതേ പറ്റുള്ളൂ. ഇപ്പൊ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, പക്ഷെ അവരും പറയുന്നത് എനിക്ക് 10-45 വയസ്സല്ല, നീ ആര് തരാനാ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുക. ജാതകദോഷമായിരിക്കും ചിലപ്പോ, അറിയാൻ വയ്യ. അമ്മ ഒരു പണി ചെയ്താലോ? ഒരു പ്രായമുള്ള സ്ത്രീനെ പണിക്കായിട്ട് നിർത്തിയാലോ? അമ്മയ്ക്ക് വയ്യല്ലോ. അമ്മയ്ക്കൊരു സഹായമാവൂല. ഞാൻ കാണിച്ചെന്ന പെണ്ണിനെ നീ കല്യാണം കഴിച്ചില്ലേ? എന്നിട്ട് നീ എനിക്ക് കാശ് തരാൻ എന്താണ്? ബ്രോക്കർ കാശാ? ഏത് പെണ്ണ്? ഞാൻ കാണിച്ചെന്ന പെണ്ണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ കെട്ടിട്ടില്ല. ആര് പറയണ? അമ്മയ്ക്ക് മോനെ, ഞാനറിയാതെ നീ എപ്പോഴാ കല്യാണം കഴിച്ചേ? ഇല്ല അമ്മ, എനിക്കറിയില്ല. ഇവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് കാണിച്ചു തന്നിട്ടുമുണ്ട്. പക്ഷെ ഞാൻ കെട്ടിട്ടില്ല, അതിനെന്നെ ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി ഏത് പെണ്ണിന്റെ കാര്യം പറയുന്നത്? അമ്മനശശിയുടെ മോള്. അമ്മനശശിയുടെ മോളെ ഞാനല്ലേടാ നിന്നെ കൊണ്ടുപോയി അവിടെ കാണിച്ചെന്ന് അവർക്കുള്ള ചായയും പലഹാരവും ലഡുവും ഒക്കെ തിന്ന് നല്ല വയറ് നിറച്ച് പോകുന്നത് ഓർക്കണുണ്ടല്ലോ. അമ്മേ, ഞാൻ കണ്ടത് നേരാ. മിച്ചറും ലഡുവും ഒക്കെ കഴിച്ചു, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നീയല്ലേ അമ്മനശശിയുടെ മോളെ കല്യാണം കഴിച്ചത്? ചേച്ചി, ഞാൻ ആരും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്റെ കൂടെ കുറച്ചുനാൾ ഉണ്ടായിരുന്നുള്ളൂ. ശരി, ഞാൻ ചേച്ചി ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, അപ്പൊ നിങ്ങൾ ഞാൻ കെട്ടിന്നല്ലേ ഇത്ര നേരം പറഞ്ഞേ? ഇപ്പൊ ഇയാള് കെട്ടിയെന്നാ? നിങ്ങൾ ഇനി ആരൊക്കെ കെട്ടും? നീ പെണ്ണ് കാണാൻ വന്നത് ശരിയാണ്, പക്ഷെ ഇവനാണ് അടിച്ചോണ്ട് പോയത്. അപ്പൊ എനിക്ക് ബ്ലോക്കർ കാശ് ഇവൻ തരണ്ടേ? അത് തന്നെ കാണിച്ചതല്ലേ. എന്റെ പൊന്ന് ചേച്ചി, അവൾ എന്റെ കൂടെ ഇല്ല. ഇപ്പൊ അവൾ എന്റെ കൂടെ വന്നു 2-3 ദിവസം ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷെ ഇപ്പൊ ഇല്ല എന്റെ കൂടെ. അപ്പൊ ഞാൻ കാശ് തരണോ? പിന്നെ അവളെവിടെ പോയടാ പെണ്ണ്? എനിക്കറിയില്ല ചേച്ചി, അവളെവിടെ പോയെന്ന് എനിക്കറിയില്ല. അമ്മനശശി എന്നെ കൊല്ലാൻ നടക്കണേന്ന്, കൂട്ടിക്കൊടുക്കണേന്ന്. അവള് വേറെ ആരുടെയും കൂടെ പോയിട്ടുണ്ടാവും, ആ പലിശക്കാരന്റെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ല? നിങ്ങളുടെ കൂടെ ഞാൻ അന്വേഷിച്ചു, പക്ഷെ ഒരു വീടില്ല. ഫോൺ ചെയ്ത് കിട്ടുന്നില്ല എനിക്ക്. അവളിപ്പോ ആരെങ്കിലും ആളുകൾ പറയണു പലിശക്കാരന്റെ കൂടെ ആരെയോടും കൂടെ കണ്ടു എന്നൊക്കെ. എനിക്കറിയില്ല. എന്റെ അമ്മച്ചി, കെട്ടാഞ്ഞിട്ട് ഇത്രയും പോയി കണ്ടെന്നുള്ളത് ശരി, കണ്ടിട്ട് ഇത്രയും പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ കെട്ടിയുള്ള അവസ്ഥ എന്ന് ആലോചിക്കാൻ അമ്മച്ചി. ഈ പ്രായമായില്ലേ, ഇനി ഞാൻ കെട്ടണില്ല. അമ്മച്ചിക്ക് ഞാനൊരു ഹോം നേഴ്സിനെ നിർത്താം. അമ്മച്ചിയുടെ കാര്യങ്ങൾ നടന്നാൽ പോരെ? അമ്മച്ചി വയ്യാത്ത കാലത്ത് ഇനി ഒന്നും നോക്കണ്ട. അമ്മച്ചിക്ക് ഞാനൊരു നല്ല ഹോം നേഴ്സിനെ, ഇച്ചിരി പ്രായമുള്ള ഹോം നേഴ്സിനെ നിർത്തിത്തരാം. ഞാൻ കെട്ടണമെന്നില്ല. ഇത് കണ്ടപ്പോ തന്നെ ഇത്ര ഇങ്ങനെ. എന്തൊക്കെയായി കേൾക്കണേ? നീ ഒരു പെണ്ണ് കാണാൻ പോയി എന്ന് പറയണു, വേറൊരുത്തനായി അവളെ കൊണ്ടുപോയി അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. എന്തൊക്കെയാ കേൾക്കണേ? നിന്നെ ഞാൻ അന്വേഷിച്ചോളാം. അത് എത്ര നേരമല്ലേ എന്റെ ഓട്ടോ വിളിച്ചിട്ട് എവിടൊക്കെ പോയി ആ പെണ്ണുമായിട്ട്? ആദ്യം സൗത്തിൽ ചേട്ടാ, പാലാരിവട്ടം, അത് കഴിഞ്ഞ് തമ്മന,
നിന്റെ പൈസ എന്ത് ചെയ്യണം എന്റെ? കേക്ക് ചേട്ടാ, വിട് വിട് കളി വിട് കളി 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 വിട് വിട് വിട്. പറയട്ടെ. എന്റെ ഓട്ടോ വിളിച്ചോണ്ട് പോയി ഇവനും പെണ്ണും കൂടെ. പറയട്ടെ രാത്രി രാവിലെ പറയട്ടെ. അടങ്ങ് പറയട്ടെ. നീ വിടത്തില്ല, നിന്നെ ഇവിടെ പറയട്ടെ. ഞാൻ അവിടെ താഴെ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു, ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നോ? എവിടെ ഇല്ലായിരുന്നു? ചേട്ടനും ഇല്ല, ഓട്ടോ ഇല്ല അവിടെ. ഞാനവിടെ 11 മണി വരെ കിടന്നല്ലോ. അവിടെ ഇല്ല. വാച്ച്മാൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ അവിടെ താഴെ വന്നപ്പോ ആരും ഇല്ല അവിടെ. ചേട്ടൻ ഏത് പെണ്ണിന്റെ കേസാ? ഇവനും ഒരു പെണ്ണും 2-3 സ്ഥലത്ത് പോയി. ചേച്ചി ആ തമ്മന ശശിരാണോന്ന് ചോദിച്ചു. ആ പെണ്ണായിരിക്കുള്ളൂ. പൈസ അത് തന്നെ പൈസ ഇത് കേക്ക് നമ്മക്ക് പൈസ തരും. പൈസ എല്ലാവരും പോയേക്കാം, പൈസ തരും. പക്ഷെ ഞാൻ അവിടെ വന്നപ്പോ ആരും ഇല്ല അവിടെ. ഓട്ടോ ഇല്ല, ചേട്ടനും ഇല്ല അവിടെ. ഞാൻ എന്ത് ചെയ്യും? എത്ര കിലോമീറ്റർ എന്നെ കൊണ്ട് ഓടിക്കുന്നു വേണ്ടി? ചേട്ടന്റെ പൈസ തരും, പക്ഷെ ചേട്ടൻ അവിടെ ഇല്ല. ചേട്ടന്റെ പൈസ തരും. അവിടെ അടങ്ങ് 700 രൂപ ഓട്ടോ ഓടിയിട്ടുണ്ടോ? ചേട്ടൻ എല്ലാം കൂടി കണക്കാക്കിക്കോ. സമാധാനായിട്ട് പറഞ്ഞോ. എല്ലാം എത്രയെന്ന് കൂട്ടിക്കോ. ഇവനെ അറിയോ? ആദ്യം നീ നോർത്തിൽ പോയി, നോർത്ത് ഇലക്ട്രോണിക് ഹോമിൽ അവിടെ AC ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ നിന്നെ കൊണ്ട് സൗത്തിൽ വന്നു, പിന്നെയും വന്നു. അവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നീ അവിടെ നിന്നാ മുങ്ങിയത്. ഞാൻ വാച്ച്മാനടുത്ത് ചോദിച്ചപ്പോ അയാള് നീ കാണാനില്ലെന്നാ പറഞ്ഞത്. ഏത് റോഡിൽ കൂടാ നീ പോയ? ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. നിന്നെ വിടത്തില്ലേ? പൈസ അല്ലേതാ പോലീസ് സ്റ്റേഷനിലോട്ട് പോ. പെൺവാണിപ്പക്കാരനാണ്, പെൺവാണിപ്പം. എന്റെ ചേട്ടാ, എന്നെ പെൺവാണിപ്പക്കാരനൊന്നും ആക്കല്ലേ. പിന്നെ ആ പെണ്ണ് എന്റെ കൂടെ വന്നെന്നുള്ളത് ശരിയാ. 3 ദിവസം ഉണ്ടായിരുന്നു എന്റെ കൂടെ. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. ചേട്ടന്റെ അവിടെ 2 എൻട്രൻസ് ഉണ്ട്. അത് ചേട്ടൻ അറിയോ ആ ഹോട്ടലിന്? അപ്പൊ ഞാൻ ഇപ്പൊ 2 സ്ഥലത്തും അവിടെ വന്നപ്പോ ചേട്ടൻ ഈ സൈഡിലായിരിക്കും. എനിക്ക് കാണാൻ പറ്റില്ല. പരിപാടിയാ പെണ്ണുങ്ങളുമായിട്ട് ഇതുപോലുള്ള ഹോട്ടലിൽ പോകും. ഒരു സ്ഥലത്തും പോകാറില്ല ചേട്ടാ. എനിക്കത് വിഷയമല്ല. നീ എവിടോ ചേട്ടന്റെ പൈസ തരും. എന്റെ പൈസ ചേട്ടന്റെ പൈസ തരും. ഒരുപാട് ആൾക്കാരെ കാണുന്ന ഞാൻ. നിന്റെ കൂടെ വന്ന ആ പെണ്ണുണ്ടല്ലോ, എത്ര പ്രാവശ്യം എന്റെ ഓട്ടോയിൽ വേറെ പല ആൾക്കാരുമായിട്ട് പല ഹോട്ടലിലും ഞാനാ കൊണ്ടുവിട്ടിട്ടുള്ളത്. അത് എനിക്കറിയണ്ടല്ലോ ചേട്ടാ. എനിക്കത് എന്തിനാ അറിയണേ? എനിക്കത് അറിയേണ്ട കാര്യമില്ല. അവള് 2 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് വിഷയമല്ല. എനിക്ക് എന്റെ ഓട്ടത്തിന്റെ പൈസ. ചേട്ടന് അവളുടെ ഹിസ്റ്ററി എന്റെ അടുത്ത് പറയണ്ട. ഞാനത് എന്തിനാ അറിയണം ചേച്ചാ? എനിക്കത് അറിയേണ്ട കാര്യമില്ല. അവള് എവിടെ പോയി എന്ത് ചെയ്തു എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. ഞാൻ ചേട്ടന്റെ പൈസ തരാനുള്ളത് തരും. തരുവെന്നല്ല, നീ തന്നിട്ട് പോയാൽ മതി. പൈസ തന്നിട്ട് പോയാൽ മതി. തരും. എന്റെ മൊബൈൽ എന്ത്? മൊബൈലും ഞാൻ തരും. ഞാൻ തരും. പൈസ തരും. അത് തമ്മന ശശിയുടെ മോളാണ്. തല പോവും. ആരുടെ? തമ്മന ശശിയുടെ മോള്. അതിന് ഞാനെന്ത് വേണമെന്ന്? അത് ആരുടെ മോളെങ്കിലും ആയിക്കോട്ടെ. എന്റെ വണ്ടിയുടെ അകത്ത് കയറി ആ പൈസയെ ചോദിച്ചുള്ളൂ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. എങ്ങനെ? എന്റെ പൈസ വന്നിട്ട് പോയാൽ മതി. എന്റെ പൈസ വന്നിട്ട് പോയാൽ മതി. എന്റെ പൈസ വന്നിട്ട് പോയാൽ മതി. മൊബൈൽ ചേട്ടാ അപ്പോഴേ എന്റെ കമ്മീഷൻ കാശൊന്നും ഇല്ലേ? ചേച്ചി ഞാൻ കല്യാണം കഴിച്ചില്ല. കഴിച്ചില്ലെങ്കിലും കാശ് തരണ്ടേ? കല്യാണം കഴിച്ചാലല്ലേ ചേച്ചി കാശ് തരണ്ടു. അവൾ എന്റെ കൂടെ വന്നു എന്നുള്ളത് നേരാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചാലേ കമ്മീഷൻ തരണ്ടു. കല്യാണം കഴിച്ചില്ലേ കൊണ്ടുപോയില്ലേ? അപ്പൊ എനിക്ക് കാശ് കിട്ടണ്ടേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ചേച്ചി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അവളെ എന്റെ കൂടെ അവളങ്ങനെ നടക്കുന്നതായിരിക്കും. ചേച്ചി എന്തിനാണ് ഇങ്ങനത്തെ ബ്രോക്കർ പണിക്ക് പോകണത്? ആദ്യമായിട്ടാണ് ഓടിപ്പോയൊരു പെണ്ണിന്റെ കമ്മീഷൻ ചോദിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായമാണ് ചേച്ചി? ഒരാളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് കമ്മീഷൻ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരാളിപ്പോ എന്റെ മൊബൈലും കൊണ്ടുപോയി. ഞാനിനി എന്ത് ചെയ്യും ചേച്ചി?